സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ മലബാർ ഗോൾഡ് എന്ന് പറയുന്നത് പണ്ട് കേരളത്തിൽ മാത്രമേ പിന്നെ പ്രസിദ്ധമായിരുന്നിട്ടുള്ളൂ. പിന്നെ ഇന്ത്യ മൊത്തം പ്രസിദ്ധമായി. ഇപ്പൊ ലോകം മൊത്തം പ്രസിദ്ധമാണ് മലബാർ ഗോൾഡ്. പിന്നെ 4ാം സ്ഥാനം തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് മലബാർ ഗോൾഡിന് പേരും പ്രശസ്തിയും ഉണ്ടെന്നാണ് ഈ ശത്രുക്കൾ പോലും പറയുന്നത്. അവർ പണ്ട് എന്താണ് കോഴിക്കോട് അങ്ങാടിയിൽ പിന്നെ കൊപ്ര കച്ചവടവും എന്തോ ആയിരുന്നു എന്നും, അതിനുശേഷം അവര് പിന്നെ ഈ സ്വർണത്തിൻ്റെ കച്ചവടത്തിലോട്ട് ഇറങ്ങി പുറപ്പെടുത്തുന്നു. അങ്ങനെ അവരിപ്പോൾ വലിയ മുതലാളിമാരായി എന്നും അവർ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതെന്നും, ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് മാലോകരെ അറിയിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സംതൃപ്തി സന്തോഷവും ഒന്ന് വേറെയാണെന്നും പറഞ്ഞില്ല. മലയാളി വാർത്ത ഇൻസൈഡ് ഒരു കാപ്പിരിയാണ്. അവൻ കണ്ണ് പൊടുപൊടാ അടച്ചും കൊണ്ടാണ് സംസാരിക്കുന്നത്. കള്ളന്മാരുടെ ലക്ഷണവും. അവൻ ആരെന്നാണ് പൈസ വാങ്ങിച്ച് മലബാർ ഗോൾഡിന് എതിരായിട്ട് ഇങ്ങനെ ഈ പിന്നെ അസൂയയും കുശുമ്പും മൂത്ത് ഈ പ്രചാരണം നടത്തുന്നതാണ്. പക്ഷെ അവൻ തന്നെ പ്രചാരണം കൊടുക്കുകയാണ്. അവരെ വീണ്ടും പിന്നെ പ്രശസ്തരാക്കുകയാണ്. അപ്പൊ അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോറിക്ഷ മേൽക്കൂരയാക്കി ജീവിച്ച ഒരു ഹിന്ദു കുടുംബത്തിന് വീട് വയ്ക്കാൻ പിന്നെ അവര് പൈസ കൊടുക്കാൻ തയ്യാറാണ്. അവർ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കി അവർ വീട് വെച്ച് കൊടുക്കുന്നു. പിന്നെ ഭിന്നശേഷിക്കാരായ 2 പേരെ പിന്നെ ഈ അയാളുടെ പാല് കാച്ചി വീട് പിന്നെ കുടിയിരിക്കുന്ന ദിവസം വിവാഹം നടത്തി കൊടുക്കുന്നു. പിന്നെ എന്തൊക്കെയോ പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മലയാളി വാർത്ത ഇൻസൈഡ്, അവന്റെ അമ്മാവിയുടെ ഇൻസൈഡുകാരൻ അങ്ങനെ പറയണം. അപ്പോ അവര് പിന്നെ പ്രശസ്തിക്കും പിന്നെ പ്രസിദ്ധിക്കും വേണ്ടി എത്ര രൂപ വേണമെങ്കിലും മുടക്കുമെന്നും, പിന്നെ ഈ എന്താണ് പുതിയതായിട്ട് വന്ന 2 ലെസ്ബിയൻസ് പിള്ളേരുണ്ടല്ലോ, ആദിലയും നൂറയെയും പിന്നെ അയാൾ വിളിച്ചു വരുത്തിയെന്ന് അവരുമായിട്ട് ഫോട്ടോ എടുത്തു എന്നും. അപ്പോ വിമർശനം ഉണ്ടായപ്പോൾ അവരെ ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പിന്നെ ഈ മലബാർ ഗോൾഡിന്റെ മെയിൻ മുതലാളിമാരെന്ന് പറഞ്ഞാൽ 2 പേരാണ്. ഒന്ന് AK ഫൈസലും ഒന്ന് MP അഹമ്മദുമാണ്. അപ്പൊ AK ഫൈസലിന്റെ വീട് എന്റെ പാല് കാച്ചെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. ഈ മലബാർ ഭാഗത്തോട്ട് കുടിയിരിപ്പെന്നാണ് പറയുന്നത്. അപ്പൊ ഭയങ്കരമായ ഒരു വീട് വെച്ചു വന്നു. അതിന് ആളുകളെ വിളിക്കുകയാണ്. അങ്ങനെ ആളുകളെ വിളിച്ചറിയിക്കുകയാണ്. ഭയങ്കരമായ ഒരു വീട് വെച്ചിരിക്കുന്നു. എത്ര കോടി രൂപയാണെന്ന് അറിഞ്ഞൂടാ. എത്ര കോടി രൂപയാവട്ടെ. ഇടാ കാപ്പിരി, നിന്നെ കൊണ്ട് വെക്കാൻ നോക്കുകയാണെങ്കിൽ നീ ചാനൽ നടത്തല്ലേ? നീ അല്ലെങ്കിൽ സംഘപരിവാറുകാരെ പിന്നെ ക്രിസംഖികളെ ഒരു പിന്നെ ഇത് തുറന്നിട്ട് എനിക്ക് ഇങ്ങനെ നല്ലൊരു വീട് വെക്കണം, നിങ്ങൾ എല്ലാവരും സഹായിക്കണം, എനിക്ക് ചാനലിൽ നിന്ന് കിട്ടുന്ന കൊണ്ട് മുതലാവുന്നില്ല എന്ന് പറഞ്ഞ് നിനക്കും ഇതേപോലെ ഒരു വീട് വെക്കാം. നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അങ്ങനെ വലിയ വലിയ ഒരു ഭയങ്കരമായ, അതായത് ഈ 40 നിലകളിലെ 30 നിലകളിലെ ബിൽഡിങ് തന്നെ പിന്നെ അംബാനി വെച്ചിട്ടുണ്ട്. അതിൽ എത്രയോ ജോലിക്കാരുണ്ട്. എത്രയോ കോടി രൂപയാണ് പിന്നെ ഒരു മാസത്തെ അവരുടെയൊക്കെ ശമ്പളം. അത് കണ്ടിട്ട് ഈ പിന്നെ ആന മുണ്ട വിടുന്നു കേട്ടിട്ട് പണ്ട് ആൾക്കാർ പറയും. ആന മുണ്ട വിടുന്ന കണ്ടിട്ട് ആട്ടിൻകുട്ടി അതുപോലെ ഒരു മുണ്ട ഇടാൻ പോയാൽ ആ ബാക്ക് കീറിപ്പോന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് നീ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടും. നീ ഇപ്പൊ മലബാർ ഗോൾഡിന്റെ മുതലാളി നിന്നെ ആക്കുന്ന കണ്ടിട്ട് നീ ആക്കാൻ നോക്കിയ വല്ലാതെ നടക്കും. നീ ഒരു കാപ്പിരിയല്ലേ? നിനക്ക് എന്താണ് വില നാട്ടില്? നിനക്ക് യാതൊരു വിലയില്ല. എവനെന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരുമായിട്ടും വലിയ വലിയ ആൾക്കാരായിട്ടും മന്ത്രിമാരുമായിട്ടും പിന്നെ സിനിമ നടന്മാരുമായിട്ടൊക്കെ വലിയ സൗഹൃദത്തിലും സ്വന്തത്തിലും ഒക്കെ ആയിരിക്കാം. അതിന് നിനക്കെന്ത്? നീയായിട്ട് ജീവിച്ചാ പോരെ? എല്ലാ മനുഷ്യർക്കും നോക്കും. നീ അത് ആദ്യം നിന്റെ 10 വിരലെടുത്ത് നോക്കും കയ്യില്. ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ലല്ല. അപ്പൊ അതുകൊണ്ട് നിനക്ക് കിട്ടുന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുന്ന, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നതുകൊണ്ട് അവര് തൃപ്തിപ്പെടട്ടെ. അസൂയ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്ന് പറയുന്നതും ബർനാടൻ പിന്നെ ഷാനിസ്കറിയ എന്ന് പറയുന്നതും ഒരേ അച്ചില് വാർത്തെടുത്താണ്. നീ കാപ്പിരി ആയിപ്പോയി, അവൻ അല്ലാത്തതായിപ്പോയി. നീ പറയുന്ന വാർത്ത തന്നെയാണ് അവന് കൊടുക്കുന്നത്, അവൻ പറയുന്ന വാർത്ത തന്നെയാണ് നീ വിടുന്നത്. അപ്പൊ അതിനൊന്നും വെറുതെ മനുഷ്യർക്ക് അസൂയയും പിന്നെ കുശുമ്പും ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്കുള്ളത് കൊണ്ട് അതാ എന്തിനാണ് കൂടുതൽ സാധനം? ആരും ഒന്നും കൊണ്ടുവരുന്നില്ല ഭൂമിയിലേക്ക്. നമ്മള് കുട്ടിയായിട്ട് ജനിച്ചു വരുമ്പോ പിന്നെ ബാക്കിയുള്ള ഹിന്ദുക്കള് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ചിലര് പിന്നെ അടക്കം ചെയ്യുന്നവരുണ്ട്,
ചിലർ പിന്നെ ചുട്ടുകരിക്കുന്നവരുണ്ട്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈസിയാണ്, തൈക്കാട് ശുചിത്വത്തിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇലക്ട്രിക്കലാണ്, പൗഡറാക്കി തിരിച്ചു വരും. അപ്പൊ അത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത്. അപ്പോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അവര് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതിന് നിനക്ക് എന്താണ് വിഷമം? അവരെന്തായാലും ആരെയും കൊള്ളയടിക്കുന്നില്ലല്ലോ, നന്മയല്ലേ ചെയ്യുന്നുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് പോട്ടെ. കാര്യം അവർ ഓരോരോ സ്ഥാപനങ്ങൾ നടത്തല്ലേ. ചിലപ്പോ ആ സ്ഥാപനത്തിന് പ്രത്യേകമായ അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടി വരില്ല. ഇത് തന്നെയാണ് അഡ്വർടൈസ്മെന്റ്, അവർ കൊടുക്കട്ടെ, നല്ലതല്ലേ. അപ്പൊ എത്രയോ മുതലാളിമാരല്ലാത്തവരുണ്ട്, അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നത്. ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയരുത്, ശരി. അങ്ങനെ അറിയാത്തവർ അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ അറിയുന്നവർ ഇങ്ങനെ ചെയ്യട്ടെ. അതിന് നിനക്കെന്താണ് വിഷമം? നിനക്ക് നീ പറഞ്ഞും കൂടെ പ്രസിദ്ധി അവർക്ക് വീണ്ടും അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയില്ലേ? എന്തായാലും ശരി, സുഹൃത്തുക്കളെ, പിന്നെ നന്മ ചെയ്യുന്നവർ ആരായാലും അവരിന്ന് അറിയിക്കാതിലും ചെല്ലി, അറിയിച്ചില്ലെങ്കിലും ശരി, ഒരു വീടില്ലാത്തതിന് വീടുണ്ടാക്കി കൊടുക്കുന്നതും, ഭിന്നശേഷിക്കാരായ രണ്ടുപേരെ വിവാഹം കഴിപ്പിച്ച് അതിന് സർവ്വ ചെലവുകളും നടത്തി കൊടുക്കുന്നതും ഒക്കെ സമൂഹ മധ്യത്തിൽ വരുമ്പോൾ ഈ പണവും പിന്നെ കെട്ടിപ്പിടിച്ച് അതിന്റെ മുകളിൽ അടയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്കും ഇങ്ങനെ തോന്നും. അല്ലെങ്കിൽ അവരുടെ ഭാര്യയെ മക്കളാ ചോദിക്കും, പിന്നെ അച്ഛ, വാപ്പ അല്ലെങ്കിൽ അപ്പ, ഈ പൈസയും കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ആർക്കെങ്കിലും നന്മ ചെയ്തൂടെ? അല്ലെങ്കിൽ അവനൊരു ഉൾവിളി ഉണ്ടായി ചെയ്ത് ആർക്കെങ്കിലും നന്മ ചെയ്യുന്നെങ്കിൽ അത് നല്ലതല്ലേ? അങ്ങനെ കഴിഞ്ഞു പോട്ടെ, ആളുകൾ രക്ഷപ്പെടട്ടെ. അപ്പൊ ഉള്ളതിന്റെ നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം പാവപ്പെട്ടവന് കൊടുക്കുന്നതുകൊണ്ട് ഒരു ദോഷമില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ഇവിടെ ഈ കഴുത്തിന്റെ ഇവിടം വരെ ആക്കി കഴിക്കരുത്. കാരണം ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ എത്രയോ ജനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. പട്ടിണി കൊണ്ട് മരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരു വിഹിതം അവർക്കും കൊടുക്കണം. അതുകൊണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെടില്ലല്ലോ. കാരണം ഇവിടെ വരെ കഴുത്തിന്റെ അങ്ങറ്റം വരെ തിന്നു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ രോഗിയാവാണ്, പിന്നെ അതിന് മരുന്ന് വാങ്ങിക്കാൻ നടക്കണം. നല്ലതെന്ന് പറയുന്നത് സമാധാനത്തിനും സന്തോഷത്തിനും സൗഹൃദത്തിലും ഐശ്വര്യത്തിലും ജനങ്ങൾ ഒന്നിച്ച് സഹകരിച്ച് ജീവിക്കട്ടെ. അതിനുവേണ്ടി പ്രയത്നിക്കുക. അതിനുവേണ്ടി നീ വീഡിയോ ഇട്. അല്ലാതെ നീ വെറുപ്പും വിദ്വേഷവും നീ ആയിരുന്നാലും ഷാഹിസ് കറി ആയിരുന്നാലും മുസ്ലിങ്ങളെ അടിക്കാതെ വൈറ്റ് കോളർ പിന്നെ തീവ്രവാദം എന്ന് പറഞ്ഞിട്ട് വന്നു 3 ഡോക്ടർമാരെ പിടിച്ചിട്ടുപോയി, 3 മുസ്ലിങ്ങളെ പിടിച്ചിട്ടുപോയി. എന്നിട്ട് അവർ വിട്ടയച്ചു. NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പിടിച്ചോണ്ട് പോയി. അന്ന് ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയാണ്. ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ട് വന്നു. ഇനിയിപ്പോ പ്രശ്നമില്ല, അവരെ വെറുതെ വിട്ട് അവരിൽ ഒരു തെളിവുമില്ല. അപ്പോ ഈ നേരത്തെ കൊടുത്ത അതേ വാർത്തയുടെ പിന്നെ പ്രാധാന്യത്തോടു കൂടി ഈ ചെറ്റകളായ മാധ്യമങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല തിരിച്ച്? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ആ 3 മുസ്ലിങ്ങളെയും പിടിച്ചുകൊണ്ട് പോയി തിരിച്ചു വിട്ടു. അവർ കുറ്റക്കാരല്ല, അവരുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതിന്. പിന്നെ വേറൊരു പെണ്ണിനെ പിടിച്ചു, അതും ഡോക്ടറാണ്, അത് ഹിന്ദു പെണ്ണാണ്. അതിന്റെ പേരും പറഞ്ഞില്ല. ഡോക്ടറെ പിടിച്ചു എന്നേ പറഞ്ഞോളൂ, സ്ത്രീ എന്ന് പറഞ്ഞു, പെണ്ണിന്റെ പേര് പറയില്ല. അതേസമയം വേറൊരു മുസ്ലിം ഡോക്ടർ സ്ത്രീയെ പിടിച്ചതിന്റെ ഫോട്ടോസായി നമ്മൾ ഇതിൽ വന്നു, ചാനലില്ല, മറ്റത് വരുന്നില്ല. അപ്പൊ ഇതാണ് ഇതാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം, ഇതാണ് സോഷ്യൽ മീഡിയ. കേരളത്തിലെ ആയിരുന്നാലും ശരി, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആയിരുന്നാലും ശരി, മുസ്ലിങ്ങളെ എങ്ങനെ പിന്നെ ഭീകരരാക്കാം, എങ്ങനെ രാജ്യദ്രോഹികളാക്കാം, എങ്ങനെ പിന്നെ എന്താണ് തീവ്രവാദികളാക്കാം എന്ന് നിങ്ങൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത് പിന്നെ ആരാണ്, ഒരു പിന്നെ BJP നേതാവ് പറഞ്ഞതാണ്, ഒരു മന്ത്രിയാണെന്ന് തോന്നുന്നു, പിന്നെ ഏറ്റവും കൂടുതൽ രാജ്യത്തിന് ഒറ്റ കൊടുത്തിട്ടുള്ളവര് പിന്നെ ഹിന്ദു സഹോദരങ്ങളാണ്. അപ്പോ അയാൾ അത് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞത് പിന്നെ മീഡിയകളിൽ കംപ്ലീറ്റ് വന്നു, ഉടനെ മാറ്റി, ഇവരെല്ലാം കൂടെ സമ്മർദ്ദം ചെലുത്തിയിട്ട് മാറ്റി. അത് ഫേക്ക് ID ഇട്ട് പറഞ്ഞതാണ്. ഇത് ആരെന്നെ അന്വേഷിക്കാൻ പോകുന്നത്? അന്വേഷിക്കുന്ന അവർ തന്നെയല്ലോ, തീരുമാനിക്കുന്ന അവർ തന്നെയല്ലോ, കോടതി അവർ തന്നെയല്ലോ, പട്ടാളം അവർ തന്നെ, പോലീസ് അവർ തന്നെ, NIA അവർ തന്നെ, CD അവർ തന്നെ, ED അവർ തന്നെ, എല്ലാം അവർ തന്നെ. അപ്പൊ പിന്നെ ആരടുത്തും പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷനും അവർ തന്നെ. ഇപ്പൊ സ്വല്പം വ്യത്യാസം എന്താ, സുപ്രീം കോടതിയിലുണ്ട്. അതാണ് ആകെ കൂടി ഒരു വെളിച്ചമായിട്ട് മനുഷ്യന് വരുന്നത്, എന്തെങ്കിലും സത്യം അറിയാൻ കഴിയും. അപ്പോ ഇങ്ങനെയാണ് നാട്ടിൽ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിനൊക്കെ എന്താണ് ഒരു അറുതി ഉണ്ടാവുന്നത്? ഒരു അവസാനം ഉണ്ടാവുമല്ലോ, എന്തായാലും ശരി, ഒരു അവസാനം ഉണ്ടാവും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. ആരായ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നാലും ശരി, അവനെയൊക്കെ തൂക്കിക്കൊല്ലണം. ഈ കാണിക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിനെതിരെ, ജനാധിപത്യത്തിനെ എങ്ങനെ അട്ടിമറിക്കാമെന്ന് അവന്മാര് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേറൊന്നും ചിന്തയില്ല. എങ്ങനെ ജനാധിപത്യത്തെ ഇല്ലാതെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ നമ്മുടെ സ്വാതന്ത്ര്യം ഈ പിന്നെ RSS സംഘപരിവാർ ചെറ്റകൾക്കായിട്ട് നമ്മൾ അതിന് അടിയറ വച്ചിരിക്കുകയാണ്.
ഇതിനെതിരെ പ്രതിഷേധമുയരണം, ഇതിനെതിരെ സമരാഗ്നി ഉണ്ടാക്കണം, മരണം വരെയും പോരാടണമെന്നാണ് എനിക്ക് കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള മതേതര വിശ്വാസികളായ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത്. ഏതറ്റം വരെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളെ ഈ നാടിനെ അവർ പൊട്ടിച്ചാറാക്കും, ഈ രാജ്യത്തെ അവർ ഛിന്ന ഭിന്നമാക്കും, രാജ്യത്തെ അവർ വിൽക്കും, രാജ്യത്തെ അവർ പണയപ്പെടുത്തും. അതിൽ നിന്നും ഇന്ത്യക്കാർക്ക് സ്വതന്ത്രമായ ശ്വാസം നമുക്ക് ശ്വസിച്ചു വിടാനായിട്ട് ഈ നാട് എന്നാണ് ഇനി തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് ഇവിടെ കാലം തെളിയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, നമുക്ക് നന്മയ്ക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടത് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.